ക്യൂട്ട്നെസ് വാരി വിതറുകാതെ ആരെങ്കിലും പറഞ്ഞ് കളിയാക്കിയിട്ടുണ്ടോ? ഓഫ് കോഴ്സ്. പക്ഷെ ആ മണ്ടന്മാർക്ക് അറിയില്ല ഞാൻ ഇങ്ങനെ സ്വപ്നൊക്കെ കണ്ടിട്ട് രാവിലെ എന്നോട് എന്തിനാ അങ്ങനെ പറഞ്ഞു? ഞാൻ എന്ത് പറഞ്ഞു എനിക്കറിയില്ലല്ലോ. എൻ്റെ അടുത്ത് ഫസ്റ്റ് ഞാൻ അഭിനയിച്ച സാധനം ഡിലീറ്റ് ആയി പോയി എന്ന് പറയുന്നു. എന്റെ അപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ട്, റീഷൂട്ട് ചെയ്തിട്ട് അതും ഡിലീറ്റ് ആയി. മറ്റേ പുള്ളി അടിച്ചു കയറി മറ്റേ സാധനം. എനിക്ക് ശിവകാർത്തികേയന് കുറച്ച് ക്രഷ് അടിച്ചു, അത് മാത്രമുള്ള ക്രഷ്. എനിക്ക് തമ്മിൽ ക്രഷ് ആയിരുന്നു, പക്ഷെ പറഞ്ഞ വേറെ രീതിയിൽ അങ്ങനെയൊന്നുമില്ല. ഞാൻ നോക്കാറുണ്ട്. ഞാൻ ആമ്പിള്ളേരെ നോക്കല് കുറവാണ്. ഇതൊക്കെ കേട്ടാ വിചാരിക്കും ഞാൻ ഭയങ്കര മറ്റേതൊക്കെ പറയുന്നത്. അതൊന്നല്ല, ശരിക്കും ഞാൻ പെൺകുട്ടികളെ കൂടുതൽ നോക്കാം. അത് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ ഈക്കില്ല. ക്യൂട്ട്നെസ് വാരി വിതറുകാതെ ആരെങ്കിലും പറഞ്ഞ് കളിയാക്കിയിട്ടുണ്ടോ? ഓഫ് കോഴ്സ്. പക്ഷെ ആ മണ്ടന്മാർക്ക് അറിയില്ല ഞാൻ ഇങ്ങനെ ശരിക്കും ഇങ്ങനെയാണെന്ന്. അല്ലാതെ ചില ക്യാരക്ടേഴ്സ് കണ്ടു കഴിഞ്ഞാൽ അവര് പറയും ഇത്രയും ഓവർ ആക്ടിങ് ചെയ്യേണ്ട ആവശ്യമില്ല, പക്ഷെ ശരിക്കും റിയൽ ലൈഫിൽ ഇങ്ങനെയാണ്. എല്ലാരും ക്യൂട്ട്നെസ് കാണിക്കാൻ വേണ്ടി ചെയ്യണല്ലേ, പക്ഷെ ഞാൻ ചെയ്യണത് അങ്ങനെ ആയിപ്പോണേ. എനിക്കൊരു ഒറ്റ മോളായതുകൊണ്ട് തന്നെ കുറച്ച് പാമ്പറിങ് കൂടുതൽ വന്നതിന്റെ. ഞാൻ അവിടുത്തെ രാജാവായിരുന്നു എന്റെ വീട്ടില്. അച്ഛനെയൊക്കെ നമ്മള് പ്രതീക്ഷിക്കുന്നത് ഒറ്റ മോളായതുകൊണ്ട് വീട്ടിലെല്ലാരും ഭയങ്കര സ്നേഹിച്ച് ഒതുങ്ങി നിൽക്കുന്നുണ്ട്. വീട്ടിൽ പോയി കഴിഞ്ഞാൽ അച്ഛന്റെ മുമ്പിൽ എന്ത് നേരെ തിരിച്ച് പുറത്ത് വന്നു കഴിഞ്ഞാൽ ഒന്നുമില്ല, ഒരു വർഷത്തിലും ഇല്ലാത്ത ആളോ പുറത്ത് വീട്ടിലെന്താ ഞാൻ ഇവരുടെ മുന്നേ പറഞ്ഞു അമ്മേന്റെ അടുത്ത് ഇങ്ങനെ സംസാരിക്കില്ല, ഞാൻ അങ്ങോട്ട് പറഞ്ഞു. കാരണം എനിക്കത് കേൾക്കുന്ന സമയത്ത് മൂന്നാമത് ഒരാളെന്നുള്ള രീതി കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി. പക്ഷെ ഇവരുടെ ബോണ്ട് അങ്ങനെയാ, ഫ്രണ്ട്സ് തെറി പറയൂലേ, അതേപോലെ തെറിയൊക്കെ പറഞ്ഞ് പേരൊക്കെ പറഞ്ഞു. അല്ല ഞാനും അമ്മേന്റെ അടുത്ത് ഇടയ്ക്കിടയ്ക്ക് പോടാ ഇടിയെന്നൊക്കെ വിളിക്കാം. അതുപോലെ ഞങ്ങളുടെ ഇത് വല്ലപ്പോഴല്ല, ഇത് സംസാരിക്കുന്നൊക്കെ പറയുന്നത് പുറത്തുനിന്ന് കേൾക്കുമ്പോ സീന, നമ്മള് സ്നേഹം കൂടെ ഒന്ന് പോതല്ലേ എന്നൊക്കെ പറയും. അമ്മക്ക് എന്റെ അമ്മക്കും എണെ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഇഷ്ടം, ഞാൻ മാത്രം വിളിക്കുന്ന സമയത്ത്. അതേപോലെ ചില സാധനമുണ്ട്. ഇപ്പൊ ഇവളുടെ അങ്ങനെയല്ല, ഇഷ്ടമല്ല. അത് എന്താന്ന് എനിക്കറിയത്തില്ല. എനിക്ക് എണ്ണ കേൾക്കുമ്പോ എനിക്ക് ദേഷ്യം വരും. കണ്ണൂർ അങ്ങനെയാണല്ലോ, വേണമെങ്കിൽ വാന്നല്ലേ പഠിക്കാം. ഇടയ്ക്ക് തന്നെ ഈ ആറ്റത്തെ വിളിക്കാൻ അന്നേരം എനിക്കൊരു ശാന്തി വരാറുണ്ട്. അല്ലാതെ നമ്മൾ യൂഷ്വലി അങ്ങനെ വന്നോ, നമ്മൾ ആരുടെ വിളിക്കുമ്പോ ഇടാണ് അങ്ങനെ ആ ഒരു സാധനം വന്നോ. കല്യാണം കഴിഞ്ഞപ്പോ ഒറ്റ മോളാണ്ട് തന്നെ പോകുമ്പോഴത്തേക്കും കരച്ചിൽ സീനൊക്കെ നല്ലോണം ഉണ്ടായിരുന്നല്ലോ അല്ലേ? വെച്ചിട്ട് ഞാൻ പിടിച്ചത്. ഞാൻ എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങണേ, അതായത് ഫുൾ ഒരുങ്ങിയതിന് ശേഷം മുതൽ ഞാൻ കണ്ണാടി നോക്കി കരയാൻ തുടങ്ങി. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി വീണ്ടും ചില സമയത്ത് പൊട്ടും, ചില സമയത്ത് കടിച്ചു പിടിച്ച് നിൽക്കും, വീണ്ടും പൊട്ടും, വീണ്ടും കടിച്ചു പിടിച്ച് നിൽക്കും. അച്ഛൻ്റെ അമ്മേനെ മുമ്പ് ഞാൻ എന്തായാലും പോകുമ്പോൾ ഞാൻ കരയൂലെന്ന് വിചാരിച്ചു, പക്ഷെ അച്ഛൻ കരഞ്ഞു. അച്ഛൻ കരഞ്ഞപ്പോഴത്തേക്ക് ഞാനവിടെ തീർന്നു, ഉരുകി ഞാൻ മൊത്തം. ഈഗോ ക്ലാഷ് വന്നിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഹെൽത്തി ഈഗോ. ഇപ്പം നമ്മളെ സെൽഫ് റെസ്പെക്ട് എന്ന് പറയൂല്ലോ, നമ്മളെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ കൺവേ ചെയ്യുന്ന രീതി മാറുമല്ലോ. അപ്പൊ അവള് പറയുന്നതായിരിക്കില്ല ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നത്, ഞാൻ പറയുന്നതായിരിക്കില്ല അവൾ അക്സെപ്റ്റ് ചെയ്യുന്നത്. ഡിഫറൻസ് വരുന്ന സമയത്ത് ബുദ്ധിമുട്ടുണ്ടാവും. പിന്നെ ചെറിയൊരു 10 മിനിറ്റ് 15 മിനിറ്റ് ഒരു ചെറിയൊരു അടി അതിലേക്ക് പോകും. പിന്നെ അത് കഴിഞ്ഞാൽ അരമണിക്കൂർ കഴിയുമ്പോഴേക്കും നമ്മൾ വന്ന് സംസാരിക്കും, ഞാൻ ഇങ്ങനെയാണ് പറഞ്ഞത്, നീ എടുത്തത് എങ്ങനെയായിരിക്കും എന്നുള്ള രീതിയിൽ സംസാരിച്ച് അത് ക്ലിയർ ചെയ്യും. മുന്നേ ഫോണിൽ കൂടെ ഉള്ള ഒരു കമ്മ്യൂണിക്കേഷനിൽ കുറച്ചുകൂടെ പ്രശ്നം ഉണ്ടായതുപോലെ തോന്നിയിട്ടുണ്ടോ? നേരിട്ടുള്ള കമ്മ്യൂണിക്കേഷനാണ് ഈസി എന്ന് കല്യാണം കഴിഞ്ഞപ്പോഴാണ് കുറച്ചുകൂടെ ഹാൻഡിൽ ചെയ്യാൻ ഈസി എന്ന് തോന്നിയോ റിലേഷൻഷിപ്പ്? ടെക്സ്റ്റിംഗിൽ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. ടെക്സ്റ്റിംഗ് നമ്മൾ ഇമോഷൻസ് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. നേരിട്ടാകുമ്പോൾ ഫുൾ ടൈം കൂടെ വന്നല്ലോ, അപ്പൊ കുറച്ചുകൂടി പ്രശ്നങ്ങൾ വരാൻ തുടങ്ങി. കാരണം നമ്മൾ ഫുൾ ടൈം കാണുന്നത്, ഫുൾ ആക്ടിവിറ്റീസ് കാണുന്നത്, എല്ലാ കാര്യങ്ങളും അറിയുന്നത്. മറ്റേത് ഫോണിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു പോയിന്റ് ടൈമേ അറിയുള്ളൂ, പറയുന്ന കാര്യങ്ങളേ അറിയുള്ളൂ. ഇത് അങ്ങനെ വന്നപ്പോൾ കുറച്ചുകൂടി ഡിഫിക്കൽട്ടായിരുന്നു ആ സമയത്ത്. പക്ഷെ അത് ഓർഗനൈസ് ചെയ്തെടുക്കാൻ ഭയങ്കര രസമുള്ളായിരിക്കും. എന്ത് തോന്നുന്നു, ഒരു റിലേഷൻഷിപ്പിനെ കീപ്പ് ചെയ്യുന്നത് എഫേർട്ടാണോ, കമ്മ്യൂണിക്കേഷനാണോ, അണ്ടർസ്റ്റാൻഡിംഗ് ആണോ? രണ്ടാളുടെയും തീരുമാനം ബേസിക്കായിട്ട്. അതിനുശേഷമായിരിക്കും ആ തീരുമാനത്തിൻ്റെ അകത്തായിരിക്കും ബാക്കിയുള്ള എഫേർട്സ് ആയാലും കമ്മ്യൂണിക്കേഷൻസ് ആയാലും ക്രിയേറ്റ് ആവുന്നത്. ഞാൻ മുന്നേ കുറേ ആൾക്കാർ സംസാരിക്കുന്നതായിട്ടുണ്ട്, കമ്മ്യൂണിക്കേഷനാണ് കീ. നന്നായിട്ട് ഞാൻ തെറി പറഞ്ഞു കഴിഞ്ഞാലോ, നന്നായിട്ട് വഴക്ക് പറഞ്ഞു കഴിഞ്ഞാലോ, ആ കമ്മ്യൂണിക്കേഷൻ അവിടെ കൺവേ ആവണം. എന്തിനു വേണ്ടി പറയുന്നത് നമ്മുടെ മനസ്സിലാക്കുന്നിടത്താണ് ആ ഒരു റിലേഷൻഷിപ്പിന്റെ സക്സസ് ഉണ്ടാവാൻ തോന്നുന്നു. അപ്പോൾ ആ ഒരു വിട്ടുകൊടുക്കില്ല എന്നുള്ള തീരുമാനമാണ് ബാക്കി എല്ലാത്തിനേക്കാളും മെയിൻ എനിക്ക് തോന്നുന്നു. ആണോ അപർണ? അങ്ങനെ തന്നെയാണ്, അതാണ് പ്രാക്ടീസ് ചെയ്ത് പൊക്കോണ്ടിരിക്കുന്നത്. നമ്മൾ കണ്ടതും അങ്ങനെയാണ്, പേരൻസിനൊക്കെ കണ്ട് വളർന്നതും. അവരെന്തൊക്കെ വഴക്കടിച്ചാലും എന്തൊക്കെ തെറി പറഞ്ഞാലും മൂന്നാമതൊരാൾ വന്ന് അവർ പറഞ്ഞു കഴിഞ്ഞാൽ അവർ റിയാക്ട് ചെയ്യും. അതിപ്പോൾ മക്കളായാലും ഞാൻ എൻ്റെ അച്ഛനോട് എന്തെങ്കിലും അമ്മയോട് വഴക്കടിച്ചിട്ട് അച്ഛൻ്റെ അടുത്ത് എന്തെങ്കിലും സംസാരിച്ചാൽ ഞാൻ ആദ്യം അമ്മ അടിക്കും.
കാരണം നമ്മളെ പ്രശ്നം നമ്മള് തീർത്തോളാം. വേറൊരാൾ അതിൻ്റെ ഇടയിൽ കയറി ഇടപെടേണ്ടതാണ്, അത് വിട്ടുകൊടുക്കൂല. അവർ അപ്പുറം ഇപ്പുറം ഈഗോ ക്ലാഷ് ഉണ്ടാവും, വഴക്കുണ്ടാവും, കമ്മ്യൂണിക്കേഷൻ ഇഷ്യൂസ് ഉണ്ടാവും. പക്ഷെ വേറൊരാൾ വന്ന് അതിൻ്റെ ഇടയിൽ കയറിയാൽ വിട്ടുകൊടുക്കൂല. നിങ്ങളുടെ ഈ കണ്ണൂർ സ്ലാങ് ചിലരതിന് ഈ പറഞ്ഞ നിങ്ങൾ മലയാള ഭാഷയിലേ അല്ല സംസാരിക്കുന്നത് പറയും. എനിക്ക് കണ്ണൂർ കുറെ ഫ്രണ്ട്സ് ഉണ്ട്, പക്ഷെ ഞാൻ എൻജോയ് ചെയ്യും. നമ്മൾ കളിയാക്കുമെങ്കിലും ഒരു മൊമെന്റില് ഞാനിപ്പോ കണ്ണൂർ വന്ന് കുറച്ചാൾ നിന്നായിരുന്നു, എനിക്ക് ഓട്ടോമാറ്റിക്കലി ചിലപ്പോൾ ആ സ്ലാങ് ചില വാക്കുകൾ, പക്ഷെ നിങ്ങൾ സംസാരിക്കുമ്പോൾ ആ സ്ലാങ് വരുന്നില്ല. അത് കോൺഷ്യസ്ലി മാറ്റുന്നതാണോ അതോ? ഒന്ന് കോൺഷ്യസ്ലി മാറ്റുന്നത്, രണ്ട് നമ്മളെ ഫ്രണ്ട്സ് പല നാടുകളിലുണ്ട്. അപ്പൊ അവര് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ഇപ്പം ആലുവയുള്ള, അങ്കമാലിയുള്ള, അല്ലെങ്കിൽ ഇപ്പൊ എറണാകുളത്ത് സൈഡിലാണ്, ട്രിവാൻഡ്രം സൈഡിലാണെങ്കിലും കണ്ണൂർ സൈഡിൽ തന്നെ വേറെ കുറെ ലാംഗ്വേജസ് ഉണ്ട്. ഇപ്പൊ കാസർഗോഡ് ഏരിയയിൽ പോയി കഴിഞ്ഞാൽ വേറെ വരും, തലശ്ശേരിയിലേക്ക് വന്നു കഴിഞ്ഞാൽ വേറെ വരും. ഇങ്ങനെ കുറെ ഫ്രണ്ട്സ് ഗ്രൂപ്പിന്റെ ഇടയിൽ വളർന്നതുകൊണ്ട് നമുക്ക് ഇതൊക്കെ മിക്സ് ആണ് നമ്മളെ കുറെ ലാംഗ്വേജ്. പിന്നെ അതിന്റെ കൂടെ നമ്മൾ വേറെ സംസാരിക്കുന്ന സമയത്ത് ആൾക്കാർക്ക് കമ്മ്യൂണിക്കേറ്റ് ആവാൻ മനസ്സിലാകില്ല എന്നൊരു ഇതുള്ളത് കൊണ്ട് കോൺഷ്യസ്ലി കുറച്ചും കൂടി കോൺഷ്യസ് ആവും. അത് ഈ ഭാഷ പറഞ്ഞാലേ മനസ്സിലാവും, ഈ ഭാഷ പറഞ്ഞാലേ മനസ്സിലാവും ആലോചിക്കും നമ്മൾ ഇതവണ. അപ്പൊ ഞാൻ ഈ സ്ലാങ്ങിന്റെ കാര്യം പറയുന്നുണ്ട്. എന്റെ ഞാൻ കുറച്ച് നിങ്ങൾക്ക് ഈ പറഞ്ഞ ചില വാക്കുകളൊക്കെ വേറെ ഇതല്ലേ, ചില സാധനങ്ങൾ ഇപ്പം കപ്പലണ്ടി മുട്ടായിക്ക് എന്താ നിങ്ങൾ പറയുന്നത്? കടലമുട്ടായി. അഭ്യർത്ഥി കെട്ടാതൊരു പേരല്ലേ? ഞാൻ കടല മിഠായി. അങ്ങനത്തെ കുറച്ച് സാധനങ്ങളെ അച്ഛൻ മൊത്തം മിക്സാ. ഓക്കെ, ഞാനിപ്പം കുറച്ച് സാധനത്തിന്റെ പേര് ഞാൻ ചോദിക്കാം. അതിന്റെ കണ്ണൂരിൽ ലൈക്ക് നിങ്ങളുടെ ഇതില് എന്താണ് ഇതിന് പറയുന്നതെന്ന് പറയാം. നമ്മളെന്നെ മാറിപ്പോ. പാവയ്ക്ക, കൈപ്പക്ക, പീച്ചിലിങ്ങ, ഫോട്ടോ വല്ലതുണ്ടാവും. മറ്റൊരു വെജിറ്റബിൾ ഇല്ലേ ഗ്രീൻ കളറിലെ? വെജിറ്റബിൾ മിക്കതും ഗ്രീൻ കളറിലാണ്. അല്ല അങ്ങനെയല്ല, കുറച്ച് പ്രോഗ്രാം പ്രൊഡ്യൂസറെ ഈ പച്ച കളറിലൊരെണ്ണമില്ലേ, പക്ഷെ കുക്കുംബറിന്റെ കാര്യം കുറച്ച് നീളം. ഈശ്വര അതല്ലേ ബീച്ചിങ്. സാരം വെച്ചത് കയറ്, ചൂടി, ചൂടി, കയറെന്നും പറയും. രണ്ടും കോമൺ ആയിട്ട് പറയും. ഇത് അവരുടെ സാധന. ചൂടി മറ്റേ ചകിരീന്റെ മറ്റേ സാധനം, മറ്റേ പ്ലാസ്റ്റിക്. വരാല്, മത്തിയാണ്. അല്ല വരാല്, വരാല് മറ്റേ മീൻ, മറ്റേ സാധനം ഓടി ഓടി പോകുന്ന മീൻ, വേഗം വേഗം. എല്ലാ മീനും പകുതിക്കാണ്. കണ്ണിക്കുറി എന്ന് പറയുന്നതാണ്. അല്ലല്ല, കഴിച്ചില്. കഴിച്ചില്, മുഷു കഴിച്ചില്. അത് മീനാണോ? ഏത് കഴിച്ചിലോ? അങ്ങനെയാണോ പറയുന്നത്? അത് വരാലിനാണോ അത് പറയുന്നത് എനിക്കറിയില്ല കേട്ടോ. കഴിച്ചില് ഞാൻ കണ്ടൂരല്ലേട്ടാ. ശർക്കര, വെല്ലം. ടെറസിന് എന്താ പറയുന്നത്? മച്ചി എന്ന് പറയുന്നവരുണ്ട്. ഇത് വേറെ കണ്ണൂര് തന്നെ, ഞാൻ വേറെ എവിടെയാണ്. തളിപ്പറമ്പ് സൈഡ് എന്നല്ലേ അതിന്റെ? അത് കുറച്ച് കാസർഗോഡ് ആ ഒരു ഇത് വരും. എന്റെ ഗെയിം ഫ്ലോപ്പ് ആയി തോന്നുന്നു. കിണറ്, അതിലെന്തുണ്ട്? ഉത്തരം എന്തുണ്ട്? കിരങ്ങ്. ഇതേതാ നാട്? കണ്ണൂരാണോ? കാലഘട്ടം പറയാൻ പറ്റുമോ? 1900. എനിക്കറിയില്ല, ഇതിന്റെ പ്രോഗ്രാം പ്രൊഡ്യൂസർ തന്നതാണ് ഗൈസ്. അവിടെ എവിടെ അതെ അല്ലേ, വൻ റിസർച്ചും കാര്യങ്ങളൊക്കെ. ഇതില്ലേ കളയുക എന്ന് പറയുന്നത്? ചാടുക. എവിടെയെന്ന് ചോദിക്കുന്നതിന് ഓർത്തൊന്നും ചോദിക്കത്തില്ലേ? ഓർത്തു അതെവിടത്തു അങ്ങനെ ചോദിക്കത്തില്ലേ? എവിടെയാന്ന് ചോദിക്കുന്നില്ല, ഒരു സാധനം എവിടെയെന്ന് ചോദിക്കൂല, അതിനെ ഞാൻ ഓർത്തും ചോദിക്കുക. ആളത് അങ്ങനെ ചോദിക്കൂല. ആളെ എവിടെ പോയും ചോദിക്കുന്നതിന് എവിടെ പോയും ചോദിക്കും. പോകുക, ഇറങ്ങുക എന്നൊക്കെ പറയുന്നതിന് എന്തോ അതായിരിക്കും. വേഗം ഇറങ്ങും പറയുന്നത് ബാങ്കി എന്ന് പറയും. ഇറങ്ങാൻ വേണ്ടി കീ എന്ന് പറയും. മറ്റേ നമ്മള് ഇട്ട ഡ്രസ് ഇടില്ലേ, അതിനെന്താ പറയുന്നേ? ഇട്ട ഡ്രസ്, കഴുകാനിടുന്ന ഡ്രസ്സിന് ഈക്കില് തുണി, ഈക്ക് തുണി, ഈക്ക് തുണി. അത് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ ഈക്കില്ല. ഈക്ക് തുണി ഇടാൻ കവർ തരുമോന്നൊക്കെ ചോദിക്കും. എന്ത് തുണി? അതില്ല, അഴുക്ക് ഷോർട്ട് ആയതായിരിക്കും. തമ്പുരാൻ അറിയാം. കിളിമീൻ, കിളിമീനോ? പറഞ്ഞു കൊടുക്ക്. ഏതാ അത്? അതേതാ? റെഡ് കളർ മീൻ. പുയ്യാപ്പിള കറ്റില. പുയ്യാപ്പിള കറ്റില. ഞാൻ വല്ലാതെ ഗെയിം ഫ്ലോപ്പ് ആയ വിവരം ഞാൻ അറിയിച്ചിരിക്കുന്നു. പ്രോഗ്രാം ഡിസൈൻ ചെയ്ത് കഴിഞ്ഞായിരുന്നു കാണുന്നുണ്ട്. അല്ല, അതിന്റെ റീസൺ ഞാൻ പറഞ്ഞില്ല. നമ്മളിപ്പം തലശ്ശേരി വേറെ സൈഡ്, നമ്മളിതിന്റെ നടുവില്ല കറക്റ്റ് ആയിട്ട്. കണ്ണൂരല്ല, തലശ്ശേരിന്റെ നടുവില്ല. ഒന്നുമില്ല. രാഹുൽ എന്താ പഠിച്ചേ? ഞാൻ BSc ജിയോളജി. അതുമായിട്ടൊരു ബന്ധമില്ലാത്ത ഗാർമെന്റ് ലൈനിൽ പോയി, ഗാർമെന്റ് ലൈനിൽ മർച്ചൻഡൈസർ ആയിട്ട് വർക്ക് ചെയ്ത്, പിന്നെ അത് ഡ്രോപ്പ് ചെയ്ത് സിനിമയിലേക്ക് വരാൻ കാരണം ക്ലാസ്മേറ്റ്സ് എന്ന് പറയുന്ന സിനിമയാണെന്ന് കേട്ടിട്ടുണ്ട്. എന്താണ് അതിന്റെ റീസൺ?
അഡിക്ഷൻ കിട്ടിയിട്ടുണ്ട് ഭയങ്കര. അത് ആ ഒരു സിനിമ കാണുന്ന സമയത്ത് ചുറ്റും എന്ത് നടന്നു കഴിഞ്ഞാലും ഒരു വിഷയമില്ല. നമ്മളത് എത്ര തവണ കണ്ടു കഴിഞ്ഞാൽ ഇപ്പോഴും അത് കഴിഞ്ഞിട്ടാണെങ്കിൽ ഇപ്പോഴായാലും ഞാനത് തെറാപ്പി പോലെയാണോ പടം? ആ സിനിമ മാത്രമല്ല, ഒരുപാട് സിനിമയുണ്ട്. ഇപ്പം ലാൽ ജോസ് സാറിന്റെ ആണെങ്കിൽ അയാളും ഞാനും തമ്മിൽ പോലത്തെ ബാക്കി മീശമാധവൻ സിനിമകളുണ്ട്. വിനീത് ശ്രീനിവാസന്റെ വിനീതാണ്ട് അത്യാവശ്യം സിനിമകളുണ്ട്. ഇങ്ങനത്തെ സാധനങ്ങൾ നമ്മൾ കാണുന്ന സമയത്ത് ചിലത് എൻഗേജ് ചെയ്യും. നമ്മളെ ചുറ്റുമുള്ളതെന്നെല്ലാം നമ്മൾ ഡൈവേർട്ട് ചെയ്ത് കൊണ്ടുപോകും, ത്രില്ല് ചെയ്യിപ്പിക്കും, ഇൻസ്പയർ ചെയ്യിപ്പിക്കും, ചിലപ്പോൾ കരയിപ്പിക്കും. ചില സമയത്ത് നമുക്ക് കരയണം തോന്നുമ്പോൾ നമുക്ക് കരയാൻ പറ്റില്ല. ചില സിനിമ ഉണ്ടെങ്കിൽ കരഞ്ഞു പോകും, ചിലത് കാണാൻ ചുമ്മാ ചിരിക്കും. അപ്പം നമ്മളെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഫീൽഡ് സിനിമ എന്ന് തോന്നി. ഈ ക്ലാസ്മേറ്റ്സ് എന്ന് പറയുന്ന സിനിമ റീക്രിയേറ്റ് ചെയ്യാൻ ഒരു ചാൻസ് കിട്ടിയെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ വെറുതെ ഇമേജിൻ ചെയ്യാം. ഈ കുട്ടി സ്റ്റോറീസിൽ ഒരു ക്രൂ എടുക്കുക, അപർണേനെ ഉൾപ്പെടെ എടുക്കുക, ആരെയൊക്കെ ഏതൊക്കെ റോളിലേക്ക് കാസ്റ്റ് ചെയ്യും? ഫസ്റ്റ് ഓഫ് ഓൾ അത് ആരും റീക്രിയേറ്റ് ചെയ്യല്ലേ എന്നുള്ളതാണ് എൻ്റെ പ്രാർത്ഥന. കാരണം ആ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറിൽ നമ്മൾ ആ കാണുന്ന ആർട്ടിസ്റ്റിനെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരു അഡിക്ഷൻ ഉണ്ട്. അത് എന്ത് റീക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാലും അത് വരില്ല, എങ്ങനെയാലും വർക്ക്ഔട്ട് ആവില്ല. എനിക്കൊരു റീപ്ലേസ്മെന്റ് ഇല്ല. വെറുതെ പറഞ്ഞു നോക്ക്, വെറുതെ നമുക്ക് തന്നെ അഭിനയിക്കാമല്ലോ. നിങ്ങൾ തന്നെ പൃഥ്വിരാജ് കാവ്യമാധവനും. അല്ല, അങ്ങനെ ഒരു ആഗ്രഹം നമുക്ക് തീർക്കാമല്ലോ. അല്ല, അങ്ങനെ അവരിൽ ആർട്ടിസ്റ്റിന് കപ്പാസിറ്റി ഇല്ലായിട്ടല്ല, പക്ഷെ എന്നാൽ പോലും അതിന് റീപ്ലേസ്മെന്റ് ഇല്ല, അത് മാറില്ല. ഇപ്പൊ രാഹുൽ, അപർണ അല്ലെങ്കിൽ കുട്ടി സ്റ്റോറീസ് എന്നുള്ള ആ പ്ലാറ്റ്ഫോം എടുക്കുമ്പോൾ ഓഡിയൻസ് എക്സ്പെക്ട് ചെയ്ത് നേരത്തെ ഞാൻ പറഞ്ഞ പോലത്തെ ക്രിഞ്ച് സാധനങ്ങളാണ്. പക്ഷെ ഒരു ബിഗ് ബഡ്ജറ്റ് മൂവി വരുമ്പം ഈ ക്രിഞ്ച് ചിലപ്പം വർക്ക്ഔട്ട് ആവണം എന്നില്ല. അതൊരു ചലഞ്ചായിട്ട് ബിഗ് ബഡ്ജറ്റ് മൂവിൽ ഒരിക്കലും ഞാൻ ക്രിഞ്ച് ചെയ്യില്ല. ഇല്ല, അത് ഞാൻ എന്താ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഓഡിയൻസ് കൊടുക്കുന്ന ഓഡിയൻസ് എങ്ങനെയാന്നുള്ള ഒരു ടോപ്പിക്കാണ്. ഇപ്പം നമ്മൾ നോർത്ത് ഇന്ത്യൻ സൈഡിൽ ഹിറ്റാകുന്ന മൂവീസ് പലതും ഇവിടെ ഫ്ലോപ്പ് ആകുന്നു, ഇവിടെ ഫ്ലോപ്പ് ആകുന്ന അവിടെ ഹിറ്റാകുന്നതിന് റീസൺ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നതും നമ്മൾക്ക് എന്താ നീഡ് എന്നുള്ളതാണ്. അപ്പം നമ്മളുടെ ഇപ്പം കുട്ടി സ്റ്റോറീസ് കാണുന്ന മെജോറിറ്റി ഓഡിയൻസ് 100% ആൾക്കാരും സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റില്ല. മെജോറിറ്റി ഓഡിയൻസ് ഈ പറയുന്ന ക്രിഞ്ച് ഇഷ്ടപ്പെടുന്ന, അത് കാണണമെന്ന് ആഗ്രഹിക്കുന്ന, അതിൽ ഹാപ്പിനെസ് കിട്ടുന്ന ആൾക്കാരാണ്. ഞാൻ സിനിമ ചെയ്യുന്ന സമയത്ത് മലയാളി ഓഡിയൻസ് ഭീകരമായി ക്രിഞ്ച് ആഗ്രഹിക്കുന്ന ആൾക്കാരല്ല, ക്രിഞ്ച് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഒരു കാലയളവിൽ. ഇന്നും ഈ പറയുന്ന ഇപ്പൊ ക്രിഞ്ച് എന്ന് വാദിക്കുന്ന പല സിനിമകളും ഇപ്പോഴും എനിക്ക് തോന്നുന്നു കണ്ട് ആസ്വദിക്കുന്നുണ്ട്. പക്ഷെ അതിന്റെ ഡയലോഗ്സും കാര്യങ്ങളും ട്രോളൊക്കെ ആയി വരുന്ന സമയത്താണ് ഇത് ക്രിഞ്ചല്ലേ, ഇങ്ങനെ ഒരാളെ സംസാരിക്കും, റിയാലിറ്റിയിൽ ഇങ്ങനെ സംസാരിക്കും. ഇത് റിയാലിറ്റി അല്ല, ഇത് സിനിമയാണ്. റിയൽ ആയിട്ട് നമുക്ക് ഡോക്യുമെന്ററി കാര്യങ്ങൾ ചെയ്യാം. അപ്പൊ ആ ഒരു രീതിയിൽ ഞാൻ ഒരിക്കലും കുട്ടി സ്റ്റോറീസ് പാറ്റേണിലായിരിക്കില്ല സിനിമ ചെയ്യുക. അവരിനൊക്കെ എന്തെങ്കിലും സ്പെസിഫിക്, ലൈക്ക് ഇപ്പൊ ഈ പറഞ്ഞ എല്ലാത്തിലും ഒരു കലിപ്പന്റെ കാന്താരി അല്ലെങ്കിൽ ഒരു കാമുകി അങ്ങനത്തെ ഒരു റോൾസ് ആണ് ചെയ്യുന്നത്. അപ്പം വേറെ എന്തെങ്കിലും ഒരു എനിക്ക് ഈ ഒരു റോൾ എനിക്കൊന്ന് എക്സ്പെരിമെന്റ് ചെയ്യണം എന്ന് തോന്നിയിട്ടുണ്ടോ? എനിക്ക് എല്ലാം ചെയ്യണമെന്ന് തോന്നിയിട്ടുണ്ട്. എനിക്ക് ഇത് കിട്ടിയോണ്ട് ഞാൻ ഇത് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അത് എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ട്, ഇത് മാത്രം ചെയ്യാൻ പറ്റും, ഈ ഒരു സാധനം മാത്രമേ അപർണയ്ക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഈ ഒരിക്കൽ കള്ളനായിട്ട് അഭിനയിച്ചവൻ എന്നും കള്ളനായിട്ട് അഭിനയിക്കുന്ന പറയുന്ന പോലെ ഇങ്ങനെ അഭിനയിച്ചുകൊണ്ട് വരുന്നതും എല്ലാം ഇതുപോലത്തെ ആയിരിക്കും അല്ലേ? അങ്ങനത്തെ ഒരു കോള് കാര്യങ്ങൾ കൂടുതൽ പ്രയോറിറ്റി വരുന്നത് എങ്ങനെ? അത് നമ്മൾ എഴുതുന്നവരാണെങ്കിലും നമ്മൾ ഇപ്പൊ നമുക്ക് പരിചയമുള്ളവർ നമുക്കറിയാം ഏതൊക്കെ റോൾ ചെയ്യുന്ന അറിയാം. അല്ലാത്തവരെ നമ്മൾ ചിന്തിക്കുമ്പോൾ മുന്നേ ചെയ്ത റോളാണ് നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യുക. അതിങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്, അപ്പൊ ഇതുപോലത്തെ സാധനം അവർക്ക് വർക്കാവും, ഇതറിയാം. അവർ റിയാലിറ്റിയിൽ എങ്ങനെയാണെന്ന് അറിയില്ല. പിന്നെ ഈ പറയുന്ന കാസ്റ്റിംഗ് കോഴ്സിനും കാര്യങ്ങളൊക്കെ പോയി ഷിഫ്റ്റ് ചെയ്യണം. ഇപ്പൊ ലാസ്റ്റ് ചെയ്ത വർക്ക്, റീസെന്റ് ആയി ചെയ്തത് ഭയങ്കര ഹാപ്പിനെസ് കാര്യങ്ങളൊന്നുമല്ല. അത്യാവശ്യം അപർണ എന്ന ആർട്ടിസ്റ്റ് പെർഫോം ചെയ്ത് എനിക്ക് ഫീൽ ചെയ്യേണ്ട ഒരു 2 വർക്ക് ഉണ്ട് എൻ്റെ തന്നെ. അപ്പൊ ആ വർക്കുകൾ ഇല്ല, സീരിയസ്ലി ഞാൻ ചെയ്തില്ല, ഞാൻ അപ്പൊ തന്നെ മൂത്ത് നോക്കി പറയും. അങ്ങനെയൊന്നും ഇടിക്കൂല. ഇത് ഓപ്പൺ ആയിട്ട് ഇപ്പം ചെയ്യുന്ന സമയത്ത് തന്നെ കിട്ടുന്നില്ല, ഔട്ട് കിട്ടുന്നില്ല, ഞാൻ പറയും ഭയങ്കര മോശമായിട്ടാണ് ചെയ്യുന്നത്, കൃത്യമായി ചെയ്യണം എന്ന് പറയും. നേരെ തിരിച്ച് നല്ലത് വന്നു കഴിഞ്ഞാൽ അത് നല്ലത്, ആരായാലും നല്ലതും പറയണമല്ലോ. അപ്പൊ ലാസ്റ്റ് ചെയ്ത 2 വർക്ക് ഒരിക്കലും അപർണ ഇതുവരെ ചെയ്തൊരു പാറ്റേൺ അല്ല. ഭീകരമായ ക്യാരക്ടറൈസേഷനും കാര്യങ്ങളും വേണ്ടി നല്ല ഷോർട്ട് കണ്ടന്റ് തന്നെയാണ്. പക്ഷേ അതിലും ആസ് എൻ ആർട്ടിസ്റ്റ് ഒരുപാട് ഇമ്പ്രൂവ്മെന്റ് കാണിക്കാനുണ്ട്. മൈറ്റ് ബി അവളുടെ ഉള്ളിൽ അന്നേ ഉണ്ടായിരിക്കും ഇത്, പക്ഷെ ഓഡിയൻസിന് അത് കാണിക്കാനുള്ള സ്പേസ് ഈ വർക്കുകളിൽ സ്പേസ് കിട്ടിയിട്ടില്ല. അവർക്ക് ഇതുപോലെ രാഹുൽ ഇങ്ങനെ തിരുത്തി തരില്ലേ, കറക്ഷൻ പറയുമ്പോഴത്തേക്കും ഡയറക്ടർ പറയുന്നു എന്നുള്ള മൈൻഡ് ആണോ, എന്റെ ഹസ്ബൻഡ് എന്നെ വഴക്ക് പറയുന്നു എന്നുള്ള മൈൻഡ് ആണോ? ഇല്ല, ഡയറക്ടർ അവിടെ ഹസ്ബൻഡ്. ഞാൻ ഡയറക്ടേഴ്സ് എന്താ പറയുന്നത്, ഡയറക്ടേഴ്സ് ആർട്ടിസ്റ്റ് ആണ്. അത് എല്ലാ വർക്കുകളും അങ്ങനെ ആയിരിക്കണം എന്ന് ഞാൻ പറയുള്ളൂ. സജഷൻസ് നമുക്ക് പറയാം, പക്ഷെ അയാളൊരു ഫൈനൽ ഔട്ട് കണ്ടിട്ടുണ്ടോ, അതിന് വേണ്ടിയിട്ടായിരിക്കും ചെയ്യിപ്പിക്കുന്നുണ്ടാവും. നമ്മൾ ഡിമാൻഡ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ചെയ്താൽ പോരെ എന്ന് പറയുന്നവരെ നമ്മൾ റെസ്പെക്ട് ചെയ്യും. കാരണം ഒരു സജഷനാണ്, നല്ലതാണ് എടുക്കാം അല്ലെങ്കിൽ എടുക്കില്ല. ചിലവരെ നമ്മൾ എത്ര ഡിമാൻഡ് ചെയ്താൽ അവർക്ക് പറ്റുമെങ്കിൽ അവർ ചെയ്യൂല. അവർ ഇതാണ് എനിക്ക് ബെസ്റ്റ്, എന്റെ ഫേസ് കുറച്ചും കൂടി ബ്യൂട്ടി ചെയ്താണ്, ആ രീതിയിൽ ചിന്തിക്കുന്ന ഒരു പെർസ്പെക്റ്റീവ് ഉണ്ട്. അപർണ എങ്ങനെയാണ്? ഇല്ല, അപർണ ഡിമാൻഡ് ചെയ്ത് ഔട്ട് തരും. അപർണ മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അപർണ ആർട്ടിസ്റ്റിനുള്ള രീതിയിൽ അവള് വോയിസിലാണ് കുറച്ചും കൂടി എഫേർട്ട് എടുക്കാനുള്ളത്. ഇനി അല്ലാത്ത പക്ഷം അവൾ എന്ത് നമ്മൾ ഡിമാൻഡ് ചെയ്യുന്നത് അത് ഔട്ട് തരാൻ അവൾക്ക് പറ്റും. ലൗഡ് അല്ല, കുറച്ച് സൈലന്റ് വോയിസ് ആണ് അല്ലേ? കുറച്ച് ലൗഡ് ആവണം, എന്നാലും ഇതിൽ പിടിച്ചിക്കാൻ പറ്റും. ക്യാമറ ഓഫ് ചെയ്തപ്പോഴേ ലൗഡ് ആയിരുന്നു. അങ്ങനെയല്ല, എനിക്ക് ഒന്നാമത് എന്റെ വോയിസ് എനിക്ക് ഇഷ്ടമല്ല. പക്ഷെ കുറെ ആൾക്കാർ എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് വോയിസ് നല്ലതാണ്. ഇപ്പം വോയിസ് കോൾഡ് ആയതുകൊണ്ട് കുറച്ചുകൂടെ നല്ലതായിരിക്കും.
ഷാർപ്പ് കുറച്ച് വോയിസ് ആയതുകൊണ്ട് മോഡുലേഷൻ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഇമോഷൻസ് എല്ലാം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് മോഡുലേഷൻ കുറച്ച് ടാസ്ക് ആയിരിക്കും. അത്രേ ഉള്ളൂ. അത് എല്ലാവരും വളരുകയല്ലേ. വളരെ ഇനിയുണ്ട്. ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ കുറച്ച് ഷോർട്ട് ഫിലിംസിന്റെ പേര് ഞാൻ പറയാം. അപ്പോൾ ആ ഷോർട്ട് ഫിലിംസ് നിങ്ങൾക്ക് തന്നിട്ടുള്ള ഒരു സ്പെഷ്യൽ മെമ്മറി എന്താണെന്നുള്ളതൊന്ന് ഷെയർ ചെയ്യണം. ഓക്കെ. സ്കൂൾ ക്രഷ്. സ്കൂൾ ക്രഷിൽ അങ്ങനെ ഇല്ല, അങ്ങനെ ഭീകരമായിട്ടുള്ള മെമ്മറി ഒന്നും ഉണ്ടായില്ല. എല്ലാം നമ്മൾ ഷടപടയെ ഷൂട്ട് ചെയ്ത ഒരു സാധനം. ഒരു പെണ്ണ് കാണൽ അപാരത. പെണ്ണ് കാണൽ അപാരത എന്റെ ശരിക്കും ഫസ്റ്റ് ആയിരുന്നു. ഫസ്റ്റ് ഷൂട്ടായിരുന്നു. പക്ഷെ ഫസ്റ്റ് ഷൂട്ട് ശരിക്കും നടന്നില്ല. അതായത് ഷൂട്ട് കഴിഞ്ഞായിരുന്നു. അപാരത കഴിഞ്ഞിട്ടല്ലേ ന്യൂലി മാരീഡ് ചെയ്തേ? അല്ല, ന്യൂലി മാരീഡ് കപ്പിളാണ് ഞാൻ ഫസ്റ്റ് കളിക്കുന്നത്. ഒരു മിനിറ്റ് പെണ്ണ് ന്യൂലി മാരീഡിൽ ഞാൻ കുറച്ചും കൂടെ ഫ്രീ ആയിരുന്നു. കാരണം എല്ലാത്തിലും ന്യൂലി പെണ്ണാണ്ടിൽ ഞാൻ അത്ര എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ന്യൂലി മാരീഡ് കപ്പിളാണ് ഞാൻ അപർണനെ ഫസ്റ്റ് കാസ്റ്റ് ചെയ്യുന്ന കണ്ടന്റ്. അത് റീസൺ എനിക്കുണ്ട്. എനിക്ക് 25+ മെച്ചൂർഡ് ഒരു ക്യാരക്ടർ ആയിരുന്നു. അപ്പൊ ഞാൻ നോക്കുന്ന സമയത്ത് പെട്ടെന്ന് റഷായിട്ട് ഷൂട്ട് പോകണം. എനിക്ക് അങ്ങനത്തെ ഒരു ക്യാരക്ടർ കിട്ടുന്നില്ല. അപ്പൊ ഞാനിങ്ങനെ നോക്കി ലാസ്റ്റ് ഓക്കെ ഫൈൻ, മെച്ചൂർ സെൻസിലേക്ക് കാര്യങ്ങൾ മാറ്റാന്നുള്ള രീതിയിൽ ഞാനത് ഫിക്സ് ചെയ്ത് അതിനുശേഷമാണ് പെണ്ണ് കാണുള്ള അപാരത. കാരണം അതിലെ പെർഫോമൻസ് കണ്ട് ഓക്കെ ഫൈൻ ഫീൽ ചെയ്തിട്ടാണ് ഞാൻ രണ്ടാമത്തെ കണ്ടന്റിലേക്ക് വിളിക്കുന്നത്. റിലീസ് ചെയ്യുന്നത് ഗ്ലൂക്കോസിന്റെ അതാണ് ഫസ്റ്റ് റിലീസ് ചെയ്തത്. അതിന് മുന്നേ ജനുവരിയിലും ഷൂട്ട് പോയിരുന്നു. അത് രണ്ടും കൺഫ്യൂഷനാണ് എനിക്ക് ഇപ്പോഴും. ഏതാ ഫസ്റ്റ് ഷൂട്ട് ചെയ്തതെന്ന് അറിയില്ല. കാരണം ഇത് റിലീസ് ചെയ്തത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടാണ്. ഓക്കെ. ഇസൈ കാതലി ഗംഭീരമായിട്ട് ഓർമ്മയുള്ളൊരു സാധനം. വല്ലാത്ത ഒരു ഓർമ്മയാണ്. ഇസൈ കാതലിയിലാണ് ഫസ്റ്റ് ഞാൻ വരുന്നത്. കുട്ടി സ്റ്റോറീസിൽ ആദ്യമായിട്ട് ഏട്ടന്റെ ഫസ്റ്റ് റൈറ്റിംഗും അതായിരുന്നു. ഫസ്റ്റ് ഞാൻ വന്നു. ഭയങ്കര പേടിയായിരുന്നു. ആദ്യമായിട്ടല്ലേ ഇവര് എല്ലാരെയും കാണുന്നതും ആക്കുന്നതൊക്കെ. അപ്പം ഷൂട്ട് കഴിഞ്ഞ് ഞാൻ തിരിച്ചു പോയി. അപ്പൊ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ എന്നെ വിളിച്ചു പറഞ്ഞു ഡിലീറ്റ് ആയി പോയടാന്ന് പറഞ്ഞു. ഫസ്റ്റ് ഷൂട്ട് ചെയ്ത സാധനം. അതില് ഈ സെയിം സിറ്റുവേഷൻ എന്റെ പോയിന്റ് എന്താ വെച്ചാൽ ഞാൻ ഡയറക്ട് ചെയ്തിട്ടില്ല. ആ സമയത്ത് ഞാൻ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നു. ഞാൻ ഒരു കണ്ടന്റ് എഴുതി കൊടുത്തു. അപ്പോൾ എന്റെ ഇപ്പം എന്ന് പറഞ്ഞ ഷോർട്ട് ഫിലിംസ് ഒരു യൂഷ്വൽ പാറ്റേൺ ആണ്. എനിക്ക് അതിന്റെ റിസ്ക് ഉള്ള എലമെന്റ് അല്ല. ആ സമയത്ത് ഒരു ഷോർട്ട് ഫിലിം എങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹം കൊണ്ട് വന്ന സമയം എഴുതി കൊടുത്തു, ഷൂട്ട് ചെയ്തിട്ട് ഞാൻ നാട്ടിൽ പോയി തിരിച്ചു വരുന്ന സമയത്ത് കൂട്ടുകാരൻ ഗോകുല് വന്നിട്ട് പറഞ്ഞ് ഫീൽ ആവരുത്, ഡിലീറ്റ് ആയി പോയി എന്ന് പറഞ്ഞു. എൻ്റെ അടുത്ത് ഫസ്റ്റ് ഞാൻ അഭിനയിച്ച സാധനം ഡിലീറ്റ് ആയി പോയി എന്ന് പറയുന്നു. എന്റെ അപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ട്. പിന്നെ പറയുന്നത് കുഴപ്പമില്ലടാ അത് റീഷൂട്ട് ചെയ്യും. എന്നാൽ നമുക്ക് ആദ്യം കൊടുത്ത ഔട്ട് രണ്ടാമത്തെ റീഷൂട്ട് ചെയ്തിട്ട് അതും ഡിലീറ്റ് ആയി. റീഷൂട്ട് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ വന്ന സമയത്ത് ഞാൻ പിന്നെയും നാട്ടിൽ പോയി തിരിച്ചു വരുന്ന സമയത്ത് കൂട്ടുകാരടുക്കളയിൽ പോയി പറഞ്ഞ് ചിരിക്കുന്നതല്ല, അതായത് നിന്റെ അവസ്ഥയിൽ ഞാൻ കളിയാക്കിയല്ല, എനിക്ക് ചിരി വന്നു പോയിട്ട് ചിരിക്കുന്നതാണ്, അത് പിന്നെ ഡിലീറ്റ് ചെയ്യുന്നത്. ഇത് രണ്ടാമത്തെ പ്രാവശ്യം പറഞ്ഞു. അപ്പൊ നമുക്ക് ഞാൻ മൊത്തം തകർന്ന് തരിപ്പട പോയി, ഞാൻ പോവില്ല. രണ്ടെണ്ണം ഫസ്റ്റ് പോയത് രണ്ടാമത്തെ പ്രാവശ്യം എടുത്തിട്ടും ഡിലീറ്റ് ആയി പോയി എന്ന് പറഞ്ഞാൽ നമുക്ക് ഉള്ളിലൊരു സാധനം വരൂലേ. അല്ലെങ്കിലും ചെയ്യുന്നതാണോ എന്ന് വരെ നമ്മൾ നമ്മുടെ ഓവർ തിങ്കിങ് യോഗമില്ല എന്നൊരു സാധനമുണ്ട്. എനിക്കും അതേപോലെ എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് കുറെ സ്ട്രഗിൾ ചെയ്യേണ്ടി വരുന്നുണ്ട്. ഫസ്റ്റ് തന്നെ ഭയങ്കര സിമ്പിളായി കയറി പോകാൻ വേണ്ടി പറ്റില്ല. അപ്പൊ ഞാൻ ഈ 2 പ്രാവശ്യം വന്ന് ഞാൻ കൂട്ടുകാരനോട് അങ്ങോട്ട് പറഞ്ഞായിരുന്നു ഇത് എന്നും പോകാൻ സാധ്യതയുണ്ട്, കാരണം എന്റെ ജാതകം എങ്ങനെയാന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞു. അതേപോലെ ഒരു ഭാഗ്യത്തിന്റെ ഒരു സാധനം ഉണ്ടല്ലോ, അത് നമുക്ക് ദൈവം വിശ്വാസം ഇല്ലെങ്കിലും ഭാഗ്യം എന്നുള്ള എലമെന്റ് ഉണ്ട്. അപ്പൊ അത് കഴിഞ്ഞ് കൊറേ ഷോർട്ട് ഫിലിംസ് അത് കഴിഞ്ഞിട്ട് ഏട്ടനെ ഒരു കണ്ടന്റ് എന്നെ ഒന്നുകൂടെ വിളിച്ച് കുട്ടി സ്റ്റോറീസ്. അതിനുശേഷം ഞാൻ പിന്നെ കുട്ടി സ്റ്റോറീസിന് പോയിട്ടേയില്ല. അവിടെ തന്നെയാണ്. കൊറേ കഴിഞ്ഞിട്ടാണ് വീണ്ടും നമ്മളത് റീഷൂട്ട് ചെയ്തത്. അത് മൊത്തത്തിൽ മാറ്റി. ഞാൻ മാത്രമേ മാറാണ്ടുള്ളൂ, ബാക്കിയെല്ലാം ആർട്ടിസ്റ്റും കാര്യങ്ങളൊക്കെ മാറി. അത് ഞാനായിരുന്നില്ല, ഞാൻ എഴുത്ത് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. എന്നാൽ ഞാൻ അഭിനയിക്കാൻ തുടങ്ങിയില്ല. പിന്നെ ഇത് വന്ന സമയത്ത് അഭിനയിക്കാൻ തുടങ്ങി. ഞാൻ ഫസ്റ്റ് നൈബർ അല്ല ദ ബോയ് നെക്സ്റ്റ് ഡോർ. അതന്നെ നൈബർ സ്റ്റോറി, ദ ബോയ് നെക്സ്റ്റ് ഡോർ. അത് ഭയങ്കര പാനിക്കായി ചെയ്തൊരു വർക്കാ. എനിക്ക് സ്ക്രീനിന് മുന്നിൽ നിൽക്കാൻ ഭയങ്കര മടി ഉണ്ടായിരുന്ന ഒരു സമയത്ത്. അതില് കണ്ട ഇപ്പത്തെ രാവിലെ അത് പിന്നെ മുന്നിലുള്ള ഇന്റർവ്യൂസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് അഭിനയിക്കാൻ തീരെ താല്പര്യമില്ല. ചെയ്ത് അതിനോട് ഭയങ്കര ഒരു ഇഷ്ടം വന്നു. പുതിയ നല്ല ടൈപ്പ് ക്യാരക്ടേഴ്സ് വരണം, ആരെങ്കിലും വിളിക്കുകയെങ്കിൽ നല്ലതായിരുന്നു. ഞാൻ ചെയ്യുന്നതിൽ മാത്രമല്ല വേറെ ആരെങ്കിലും ഡയറക്ട് ചെയ്യുന്നതിൽ വർക്ക് ചെയ്യണമായിരുന്നു ഒരു ആഗ്രഹം വന്നു തുടങ്ങി. ആ സമയത്ത് ഇങ്ങോട്ട് വിളിച്ച് നായകനാക്കിയതാ. ഞാൻ പറഞ്ഞു ഞാനില്ല, ഞാൻ നിൽക്കൂല, എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞു. ചുണ്ടൊക്കെ വരച്ചിട്ട് സംസാരിക്കുന്ന സമയത്ത് അങ്ങനെ ഒരു ഓർമ്മയാണ് സാധനം. കലിപ്പന്റെ കാന്താരി ഷൂട്ടിലല്ല, നമ്മള് കഥ പറയുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. ജാങ്കോ സ്പേസ് നമ്മളെ പ്രൊഡക്ഷൻ ഹൗസ്, അവിടെ ഇരുന്നിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ ലിവിൻ ചേട്ടനാണ് അതിന്റെ ഡയറക്ടർ. അപ്പൊ പുള്ളി കഥ പറയുന്ന സമയത്ത് പുള്ളി ഭയങ്കര ഫണ്ണായി പ്രസന്റ് ചെയ്യും. ധ്യാൻ ശ്രീനിവാസന്റെ ഒക്കെ ഇന്റർവ്യൂ കണ്ടിട്ട്
ആ രീതിയിൽ പുള്ളി എന്ത് പറഞ്ഞാലും നമുക്ക് അതിൻ്റെ അതൊരു ഫണ്ണ് നമുക്ക് കിട്ടും കുറെ. അപ്പോൾ പുള്ളി കഥ പറയുന്ന സമയത്ത് ഞാനിങ്ങനെ കേട്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ കഥ പറഞ്ഞ് ഭയങ്കര അവോയ്ഡിങ് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ക്ലൈമാക്സിലാണ് അറിയാം അവൻ്റെ പെങ്ങളാണ് അത് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എഴുന്നേറ്റ് പോയി. ഞാൻ അത് ക്രിഞ്ചിന്റെ ഒരു എക്സ്ട്രീം ലെവൽ എനിക്ക് ഫീൽ ചെയ്തപ്പോൾ ഞാൻ എഴുന്നേറ്റ് പോയി. ഞാൻ പുറത്തിറങ്ങി പോയി. തിരിച്ചു വരുന്ന സമയത്ത് ലിവിൻ ചോദിച്ചു എനിക്ക് ഇത്രാം തീയതി എന്താ പരിപാടി എന്ന് ചോദിച്ചു. ഞാൻ പരിപാടിയൊന്നുമില്ല, അന്ന് ഷൂട്ട് ചെയ്യാട്ടോ എന്ന് പറഞ്ഞു. ഓക്കെ അങ്ങനെ, കാരണം നമ്മളൊരു ബ്രദർഹുഡാണ്. അപ്പൊ നമുക്ക് അവിടെ നോ പറയാനുള്ള ലിമിറ്റേഷൻസ്. ലിബിൻ കാരനല്ലേ വന്നത് സ്റ്റോറീസിലേക്ക് ആ ഒരു ഇതുണ്ടല്ലോ. കടപ്പാട് എന്നല്ല, നമ്മളവിടെ ഒരു ചേട്ടൻ സ്ഥാനമുണ്ട്. അപ്പൊ അതുള്ളതുകൊണ്ട് പുള്ളി പറയുന്ന സമയത്ത് നമുക്ക് നോ ഭയങ്കര ടാസ്കാ പറയാൻ വേണ്ടി. പിന്നെ പുള്ളി അത് കാണുന്ന സമയത്ത് എന്തെങ്കിലും ഒരു ഔട്ട് കണ്ടിട്ടുണ്ടോ, നമ്മളെ നാളെ ട്രോളാൻ കൊടുക്കാനോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു മേക്കിങ്ങിൽ പുള്ളി കൊണ്ടുപോകില്ല. ഒരു ട്രസ്റ്റ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ചെയ്തു. പക്ഷെ കഥ കേട്ട സമയത്ത് എഴുന്നിട്ട് പോയി. ഒരുപാട് ആൾക്കാർ എന്നോട് ചോദിച്ചു നീ ഇങ്ങനത്തെ ഒരു ക്യാരക്ടറാണോ, ഇങ്ങനെയാണ് ഒരു പെൺകുട്ടീനെ ട്രീറ്റ് ചെയ്യുന്നതൊക്കെ പറഞ്ഞ ക്യാരക്ടറാണ് ആർക്കും അറിയില്ല, ചിന്തിക്കുന്നില്ല. ആ ഒരു സാധനം കൂടുതൽ കൂടുതൽ കലിപ്പന്റെ കാന്താരി എന്നുള്ള സാധനം പോയത്. ഞാനിത് വായിച്ചപ്പോ തന്നെ ഞാൻ പറഞ്ഞു ഇത് ഒരുപാട് ക്രിഞ്ചായി പോയില്ല. 8 വർഷമൊക്കെ പുറകെ നടന്ന് സ്വന്തം പെങ്ങളറിയില്ല എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ പിടിച്ച് അടിക്കുന്നത്. പിന്നെ എടുത്തു വന്നപ്പോഴത്തേക്ക് അതിലാണ് കൂടുതൽ കമന്റ്സ് വന്നു തുടങ്ങി എനിക്ക്. നിനക്ക് സെൽഫ് റെസ്പെക്ട് ഇല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് എടോ ഇത് കഥാപാത്രമാണോ ആരെങ്കിലല്ല. അതെന്താന്നറിയില്ല, സിനിമ മിക്ക ആൾക്കാർ മനസ്സിലാക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഷോർട്ട് ഫിലിംസ് നമ്മൾ റിയൽ ഇങ്ങനെയാണെന്ന് ജഡ്ജ് ചെയ്യുന്ന പോലെ. എന്നോട് ചോദിച്ചു നീ എന്തിനാ ആ പെൺകുട്ടിനെ ഇതിനെ വിഷമിപ്പിക്കുന്നത്. ഞാൻ പറഞ്ഞു അത് എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന കുട്ടിയാണ്, എനിക്കൊരു പ്രശ്നമില്ല. അത് പറഞ്ഞത് ഒരു കമന്റിൽ മാത്രം ഞാൻ എന്റെ ജീവിതത്തിൽ ഈ കണ്ടന്റ്സിന്റെ ഒരു കമന്റിൽ മാത്രമേ റിപ്ലൈ ചെയ്തിട്ടുള്ളൂ. അത് കലിപ്പന്റെ ആന്തായിരിക്കും. ഒരു ഭയങ്കര വേസ്റ്റ് ആയിട്ട് തെറി പറഞ്ഞൊരു കമന്റ് അടിയിൽ ഞാൻ റിപ്ലൈ ഇട്ടിട്ടുണ്ട്. വീട്ടിൽ സംസാരിക്കുന്ന ഭാഷയോട് സംസാരിക്കേണ്ടെന്ന് പറഞ്ഞിട്ട്. അത് അത്രയും പൊട്ടിയതുകൊണ്ട് ഇട്ടതാ. നമുക്കറിയാം, അവർക്ക് അറിയാത്തതുകൊണ്ടാണ് സംസാരിക്കുന്നത് അറിയാം. പക്ഷെ അത് നമ്മൾ പേഴ്സണൽ ഒരു ജഡ്ജ്മെന്റിലേക്ക് നീങ്ങുന്നു. നോർമലി അത് ചിന്തിച്ചാ പോരെ. നമ്മളെന്താ കണ്ടിട്ട് അമ്മാവന്മാരൊക്കെ വീട്ടിൽ ഇരുന്ന് അടിയടാ ഇടിയടാ എന്നൊക്കെ പറയും. പെണ്ണുങ്ങളെ കാണുമ്പോൾ പറയുന്നതൊക്കെ ഇവള് വല്ലാതെ സാധനം അത് എന്റെ അടുത്ത് വന്നിട്ട് നിനക്ക് ശരിക്കും സെൽഫ് റെസ്പെക്ട് ഇല്ലേ, നിനക്ക് നാണമില്ലേ അവന്റെ ബാക്കിലൊക്കെ നടക്കാതൊക്കെ, അത് 8 കൊല്ലൊക്കെ ഞാനാണ് വേണ്ടതൊക്കെ ചോദിച്ചിട്ട് നമ്മളത് ക്യാരക്ടറാണ്, അത് അങ്ങനെയല്ല. എന്നാലും നിനക്കൊരു സെൽഫ് റെസ്പെക്ട് ഇല്ലേ. ഞാൻ പറഞ്ഞു ശരി ചേച്ചി. നിങ്ങൾക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ലൈഫിൽ ഇങ്ങനെ ഒരു കാത്തിരിപ്പ് പ്രോസസ് ഉണ്ടായിട്ടുണ്ടോ? അതായത് വീട്ടിൽ നിന്ന് ഇങ്ങനെ ഒരു പ്രപ്പോസൽ വന്നു, അപ്പം യെസ് കിട്ടാൻ, നിങ്ങളുടെ അടുത്ത് യെസ് കിട്ടാൻ അങ്ങനെ ഒരു ടൈം ഉണ്ടായിട്ടുണ്ടോ? നമ്മളെല്ലാം ഭയങ്കര സ്പീഡായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് ഭയങ്കര ഓക്വേർഡ് ആയിരുന്നു. കാരണം ഞങ്ങള് അത്തരത്തിൽ ക്രഷോ അല്ലെങ്കിൽ ഒരു ഫ്ലേട്ടിങ് പോലും ചെയ്യാത്ത 2 ആൾക്കാർ അത് വെക്കാവുന്നുള്ള ഭയങ്കര കൊറേ ചിന്തിച്ചായിരുന്നു. എന്താവും ഇങ്ങനെയാവും അങ്ങനെ എല്ലാം എന്ന് പറഞ്ഞോണ്ട് ശരിയാവോ എന്നുള്ള സാധനം ഞാൻ ഒരുപാട് ചിന്തിച്ചായിരുന്നു. ആവശ്യമില്ലായിരുന്നു അങ്ങനെ ചിന്തിച്ചു കൂട്ടേണ്ട ആവശ്യം വന്നില്ല. ഞാൻ ഭയങ്കര ഭീകരമായ വഴിയിലോട്ടെല്ലാം പോയി. ഓവർ തിങ്കർ ആണോ? ഒന്നും ആവശ്യം വന്നില്ല. സ്വപ്നൊക്കെ കണ്ടിട്ട് രാവിലെ എഴുന്നേറ്റ് എന്നോട് എന്തിനാ അങ്ങനെ പറഞ്ഞു? ഞാൻ എന്ത് പറഞ്ഞു എനിക്കറിയില്ലല്ലോ. സ്വപ്നത്തിൽ അതൊക്കെ ഉണ്ടാവുക. സ്വപ്നത്തില് ഞാൻ ഇങ്ങനെ ചിലപ്പോ എന്നെ ട്രെയിനിന് തള്ളിയെടുത്തേക്ക് എന്തിനാ എന്നോട് അങ്ങനെ പറഞ്ഞു? ഞാൻ എന്ത് പറഞ്ഞു? ഇന്നലെ പറഞ്ഞില്ല. ഞാൻ എന്ത് പറഞ്ഞു? ഞാൻ അറിയില്ല. ഞാൻ പറയും, ഞാൻ ഇങ്ങനെ പറയും ഇങ്ങനെ ഇങ്ങനെ കണ്ട് സ്വപ്നം കണ്ടെന്ന് പറയും. ഏട്ടൻ പറയും സ്വപ്നം കണ്ട സ്വപ്നം കണ്ടെന്ന് പറയും. ഏട്ടൻ എന്റെ ദൈവമേ വിളിക്കും. ഇപ്പൊ ഞാനിപ്പോ രാവിലെ എഴുന്നേറ്റ് ഏട്ടൻ കഴിഞ്ഞ സ്വപ്നം കണ്ടെന്ന് പറയുമ്പോൾ ഞാൻ വരിക തീരുമാനം ഇന്നത്തേക്കുള്ളതായത്. സ്വപ്നം കണ്ടത് പറയുമ്പോ നമ്മള് സ്വപ്നം പറയുമല്ലോ, ഇന്നതാണ് കണ്ടതായിട്ട് ആ സമയത്ത് എന്റെ അടുത്ത് ഇങ്ങനെയാ പറഞ്ഞു എന്നുള്ള സാധനം. അപ്പൊ ഞാൻ ചോദിക്കും, അത് അറിയണല്ലോ, കാരണം അപ്പത്തേക്ക് സ്വപ്നം ബ്രേക്ക് ആയി പോയി എണീറ്റല്ലോ. ബാക്കി കിട്ടാൻ സ്വാഭാവികമായിട്ട് ചോദിക്കാലോ. അത് ചോദിക്കുന്നതിന് പ്രശ്നം മനസ്സിലായല്ലോ. അത് വെറുതെ നമ്മളിപ്പോ ഓൾറെഡി സ്വപ്നം കണ്ട് എന്നെ ട്രെയിനിൽ ഒരാൾ തള്ളിയിട്ട്, അപ്പൊ ഏട്ടൻ സൈഡിലുണ്ട്. അപ്പത്തേക്ക് ഞാൻ എണീറ്റ്. അപ്പൊ ശരിക്കും എന്നെ തള്ളിയിട്ട് ഏട്ടൻ എന്ത് ചെയ്യും? റിയാക്ട് ചെയ്തില്ല. റിയാക്ട് ചെയ്ത് നമ്മൾ കണ്ടില്ല. തെറ്റുണ്ടോ? ഇല്ല ഇല്ല, തെറ്റില്ല തെറ്റില്ല. പേടിപ്പിച്ചിട്ടൊക്കെ കൗതുകത്തിന് പുറത്ത് ചോദിക്കുന്നതാണ് അതൊക്കെ. നിങ്ങൾ ആർട്ടിസ്റ്റുകളാണ്, സിനിമയിൽ കുറേ ആർട്ടിസ്റ്റുകളുണ്ട്. അപ്പം സിനിമ ഇഷ്ടപ്പെടുന്ന ആൾക്കാരായതുകൊണ്ട് തന്നെ ആർട്ടിസ്റ്റുകളെ എത്രത്തോളം നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം. പേഴ്സണലി ആണോ? അല്ല, ഞാൻ ചില ആർട്ടിസ്റ്റുകളുടെ കണ്ണ് മാത്രം കാണിക്കും. അത് ആരാണെന്ന് ഗസ് ചെയ്യണം. ഈ പരിപാടി അത് വേണ്ട, അത് വേണ്ട. നിവിൻ പോളി. ലവ് ആക്ഷൻ. ഓ, സിനിമ ഉൾപ്പെടെ പറയും.
ധ്യാൻ ശ്രീനിവാസൻ. സ്റ്റേജ് ഷോ ഏതോ ചേടാ ഇത് കിട്ടത്തില്ല. ആ മറ്റേ പുള്ളി അടിച്ചു കയറി മറ്റേ സാധനം റിയാസ് ഖാൻ റിയാസ് ഖാൻ റിയാസ് ഖാൻ അതെയോ പൃഥ്വിരാജ് പൃഥ്വിരാജ്. ഇതൊക്കെ ചോദിക്കണം. ബേസിൽ ബേസിൽ. ചേടാ ആ സമാന്ത RDX-ലുള്ള പേര് പറയണോ? അയ്യോ പേര് ഇപ്പൊ പേര് മാറ്റി മഹിമ നമ്പ്യ കറക്റ്റ്. അവിടുന്ന് പറഞ്ഞു മുഴുവനെ പറഞ്ഞിട്ടുണ്ട്. ശിവകാർത്തികേയൻ ഫാനാണോ ശിവകാർത്തിയുടെ? ഫാൻ അല്ല, ഏറ്റവും ഇഷ്ടമുള്ള പടം റെമോ. അത് അങ്ങനെയല്ല, എനിക്ക് എന്തോ അത് ഇഷ്ടായി. പടം ഭയങ്കര സംഭവം അങ്ങനെയല്ല, എനിക്ക് എന്തോ പടം ഇഷ്ടായി. എനിക്ക് ശിവകാർത്തികേയന് കുറച്ച് ക്രഷ് അടിച്ചു, അത് മാത്രമല്ല ക്രഷ്. ആരാണ് രാഹുലിന്റെ സെലിബ്രിറ്റി ക്രഷ്? തമന്നെയാണോ? എനിക്ക് കോളേജ് ഡേയ്സ് സമയത്ത് ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ പയ്യൊക്കെ ഇപ്പൊ അതിലെ പാട്ടും ഇപ്പൊ വീണ്ടും ഭയങ്കര ട്രെൻഡിങ്. അതെങ്ങനെയാലും റീ വന്നോണ്ടേയിരിക്കും. അങ്ങനത്തെ ഒരു എല്ലാ ഫെയർവെൽ പാർട്ടീസ്, ഫ്രണ്ട്ഷിപ്പിന്റെ സ്ഥലത്ത് എല്ലാ പാട്ടും ഞങ്ങളുടെയൊക്കെ ഫെയർവെൽ ഒക്കെ ആ പാട്ട്. എല്ലാവരുടെയും അങ്ങനെ. എനിക്ക് തമ്മന്റെ ക്രഷ് ആയിരുന്നു, പക്ഷെ പറഞ്ഞ വേറെ രീതിയിൽ പറയുന്നു. അങ്ങനെയൊന്നും ഇല്ല. തമ്മനെ ഭയങ്കര ഇഷ്ടം, ഭയങ്കര ഇഷ്ടം. പണ്ട് ഈ പറഞ്ഞ അഡ്മയർ ചെയ്യാൻ ഇഷ്ടം ഉള്ള പെൺകുട്ടികൾ ഏറ്റവും കൂടുതൽ നന്നായിട്ട് വായി നോക്കുന്ന പെൺകുട്ടികളാണല്ലേ? ഇത് ചിലര് സമ്മതിച്ചു തരത്തില്ല, കാരണം നമ്മള് അഡ്മയർ ചെയ്യുന്നതാണ്. പക്ഷെ അത് വായനോട്ടൊന്നല്ല, നമ്മള് ഞാൻ നോക്കാറുണ്ട്. ഞാൻ ആമ്പിള്ളേരെ നോക്കല് കുറവാണ്. ഇതൊക്കെ കേട്ടാ വിചാരിക്കും ഞാൻ ഭയങ്കര മറ്റേതൊക്കെ പറയുന്നത്. അതൊന്നല്ല, ശരിക്കും ഞാൻ പെൺകുട്ടികളെ കൂടുതൽ നോക്കാറ്. അവരെ നമ്മൾ എന്തൊക്കെ ഡ്രസ്സ് നോക്കുക, ലിപ്സ്റ്റിക് നോക്കുക, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. നേരെ മറിച്ച് ആൺകുട്ടി ഇതേപോലെ നോക്കിയാൽ കേസായി, വിഷയായി. നമ്മളൊക്കെ അൺകംഫർട്ടബിൾ ആയത് രീതിയിൽ നമ്മള് നോക്കില്ല. ഇല്ല, വേറെ പെൺകുട്ടി നോക്കുമ്പോൾ അവർക്ക് അഹങ്കാരം വരും. മറ്റേ പ്രൗഡ് മൊമെന്റ്. എനിക്ക് എന്നെ നോക്കുമ്പോ ഞാൻ വിചാരിച്ചിട്ട് എന്തിനാ എന്നെ ഇങ്ങനെ നോക്കണേ? ഭയങ്കര പ്രശ്നമാണ്. ആരെങ്കിലും ഇപ്പൊ നോക്കുന്ന സമയത്ത് ഇത് അറിഞ്ഞിട്ട് മനസ്സിലാവൂല. നിങ്ങളെ റെക്കഗ്നൈസ് ചെയ്തിട്ടാണോ? നമ്മളങ്ങനെ എക്സ്ട്രീം ഫേമസ് ആയ ആൾക്കാരൊന്നുമല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എന്തായാലും അറിഞ്ഞു നോക്കുന്നേ നമുക്ക് പറയാൻ പറ്റില്ല. ടാറ്റ കാണിക്കാനോ ഇത് കാണിക്കാനോ പറ്റില്ല. അല്ലേ അഹങ്കാരം. ഒരു പുള്ളി ഭയങ്കര നോട്ടം, സ്റ്റേഷനിലോ ട്രെയിനിലോ അങ്ങനെ ഭയങ്കര നോട്ടം. റെയിൽവേ സ്റ്റേഷന്. ഞാൻ വിചാരിച്ചു വേറെ മറ്റേ എന്തോ സംഭവമാണ്. എനിക്ക് ദേഷ്യമൊക്കെ വരുന്നു, ഞാൻ ഇപ്പൊ അടിക്കുന്നുള്ള സ്റ്റേജിലെത്തി. പിന്നെ കുറച്ച് കുട്ടി സ്റ്റോറി, ഞാൻ ഭഗവാനെ അടിക്കാത്ത നന്നായി. നമുക്ക് നോക്കുമ്പോ ചിലരുടെ എക്സ്പ്രഷൻ മനസ്സിലാവില്ല. ഒരു പ്രാവശ്യം ബൈക്കിൽ പോകുന്ന സമയത്ത് ഇതേപോലെ കാർ ടീം ഫോളോ ചെയ്ത് ബാക്കിലേ വന്നോണ്ടിരിക്കുന്നുണ്ട്. കാണുന്ന സമയത്ത് അത്യാവശ്യം ഫിസിക്കലുള്ള കുറച്ച് ആൾക്കാർ. അപ്പൊ ഞാൻ നല്ല സൈഡ് ഒതുക്കി ഇതെന്താ സംഭവം എന്ന് അറിയാൻ വേണ്ടി പോകുന്ന സമയത്ത് ഒരു കുട്ടികളില്ലേ, നമ്മളൊരു 5-6 വയസ്സുള്ള കുട്ടികൾ ടാറ്റ പറയില്ലേ, ടാറ്റ പോയി. പക്ഷെ നമുക്ക് അത് മനസ്സിലാവില്ല ചില സമയത്ത്. അതിന്റെ പ്രശ്നം. ഇനി ചോദ്യം സെപ്പറേറ്റ് ചോദിക്കാം അങ്ങോട്ട്. എനിക്ക് അറിയായിരുന്നു പറയുന്നത്. ഡിവോഴ്സിനെ കണ്ടന്റ് ചെയ്യുന്ന സമയത്താണ് അവള് റെഡ് ടീഷർട്ടിലുള്ള പനി, ടീഷർട്ടിന്റെ കളർ വരെ എനിക്ക് അറിയായിരുന്നു പറയുന്നു. പിന്നെ ഞാൻ വിചാരിച്ച ചോദിച്ചു നോക്കിയേക്കാരും പറഞ്ഞില്ലെങ്കിലോ എന്ന് വിചാരിച്ചാണ് ഞാൻ ചോദിച്ചത്. ഓക്കെ, അപ്പം വരുന്ന വർക്കുകൾ എല്ലാം പെട്ടെന്ന് ഇറങ്ങട്ടെ. നിങ്ങളുടെ ഓഡിയൻസ്, നിങ്ങൾ പറയുന്ന നിങ്ങളുടെ ഫാമിലി നമ്മൾ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. ഞാൻ കുട്ടി സ്റ്റോറീസിന് ഭയങ്കര ഫാനാണ്, നിങ്ങളുടെ ഭയങ്കര ഫാനാണ്. ഞാൻ അന്ന് കോൺടാക്ട് ചെയ്തപ്പോഴേ ഞാനത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനും വർക്കിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. ഓൾ ദി ബെസ്റ്റ് ആൻഡ് ഫാമിലി ലൈഫ് ഒക്കെ അടിപൊളിയായിട്ട് പോട്ടെ. താങ്ക് യു.